ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ബിസ്ക്കറ്റ് പൊരിയുടെ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്കായി മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിട്ടതിൻ്റെ ശേഷം നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. എടുത്തിട്ടുള്ള മൈദ ഇതിലേക്ക് നമുക്ക് ഇനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി ചേർക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ചേർക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏലക്കായ പൊടിച്ചെടുത്തതാണ്. നല്ലവണ്ണം പൊടിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതലായിട്ടൊന്നും ഇടരുത്, കുറച്ചിട്ട് കൊടുക്കാം. ഒരു ശകലം. നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണേ. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ചേർക്കുക. കുറച്ചുകൂടെ വെള്ളം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മാവ് പിന്നെ കുഴച്ചെടുക്കാം. മൈദമാവ് നല്ലവണ്ണം കുഴച്ചെടുക്കാം. കട്ട പിടിക്കാതെ നോക്കണേ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മൈദമാവ് റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഈ രൂപത്തിൽ ആകുന്നത് വരെ നിങ്ങൾ വെള്ളം ചേർത്ത് ലെവലാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ മൈദമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാൻ ആവശ്യമായ ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഫുൾ സ്പീഡിൽ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ചട്ടി ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ അതിനായി പൊരിക്കാൻ എടുത്തിട്ടുള്ളത് ടൈഗർ ബിസ്ക്കറ്റാണ്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ടൈഗർ ബിസ്ക്കറ്റാണ്. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചട്ടി വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായി ഞാൻ ഒരു ടൈഗർ ബിസ്ക്കറ്റ് മാവിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് നിറച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റിയുള്ള 4 മണി പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.
ബിസ്ക്കറ്റ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ചുട്ടെടുക്കാം. നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണേ. 4 മണിക്കത്തെ ചായക്ക് നല്ല ബെസ്റ്റ് സ്നാക്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം വന്നിട്ടുണ്ട്. ഇനി മറുഭാഗം വേവിക്കുന്നതിനായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് പൊരി റെഡി ആയിട്ടുണ്ട്.